നിങ്ങൾക്ക് ഈ ന്യൂസൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒരു പ്രശ്നവും തോന്നുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് നേർവഴിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ CJP ഫൗണ്ടർ അഭിജിത്ത് ദീപ്കെ ജൂൺ 6-ന് ഇന്ത്യയിലെത്തുമെന്നാണ് പറയുന്നത്. നീറ്റ് പേപ്പർ ലീക്ക് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനം. ഈ ഒരു ന്യൂസ് അറിഞ്ഞതിൽ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുപേരുടെ പ്രതികരണങ്ങളും ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അവർ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇത്ര പേടി, എന്തിനാണ് ഇത്ര വിരോധം? ശരി, അഭിജിത്ത് ദീപ്കയ്ക്ക് മുന്നേ ആം ആദ്മി പാർട്ടിയുമായിട്ട് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട്? ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? ഇതിലെവിടെയാണ് നിങ്ങൾ പ്രശ്നം കാണുന്നത്? പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അയാൾ ഉന്നയിക്കുന്ന ആവശ്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച, അവരുടെ കരിയറിനെ ബാധിച്ച ഒരു പ്രശ്നം തന്നെയാണ് ഈ നീറ്റ് പേപ്പർ ലീക്ക്. അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ മറുപടി പറയണം. അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഈ ആവശ്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾ പ്രശ്നം കാണുന്നത്? എവിടെയാണ് നിങ്ങൾ രാജ്യദ്രോഹം കാണുന്നത്? 4-ലധികം വിദ്യാർത്ഥികൾ ഈ പ്രശ്നം കാരണം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ന്യൂസൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒരു പ്രശ്നവും തോന്നുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് നേർവഴിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഞാനിപ്പോഴും ഒരു മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നത്? ഈ മതവും ജാതിയും പറഞ്ഞ് തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ആരും ചോദിക്കാതെ പോകും.